ഇനി വീട്ടിൽ തന്നെ ഇരുന്ന് കുഞ്ഞിനെ പറ്റി ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ എനിക്ക് പറഞ്ഞ മനസ്സിലാവും. ഇവിടുത്തെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ എനിക്ക് ഓടിയേ പറ്റുള്ളൂ. കുഞ്ഞിനെക്കാളും വലിയ എന്താവശ്യം? ഞാൻ എന്റെ കരിയറും കളഞ്ഞ് 3 വർഷം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കണ എന്റെ മാനസികാവസ്ഥക്കാൾ എന്ത് വലിയ ആവശ്യം? ശ്രീ കുടിച്ചിട്ടുണ്ടോന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ കുടിക്കാനോ വലിക്കാനോ പാടില്ലെന്ന്. ഞാൻ ഇവിടെ കുഞ്ഞിനെ വേണ്ടി കിടന്ന് നരയിക്കുമ്പോൾ കുടിച്ച് കൂത്താടി നടക്കുവാണല്ലേ? കുടിച്ചു പോവും. ചുറ്റുമുള്ളവരിങ്ങനെ പ്രാന്ത് പിടിപ്പിച്ച് ആരും കുടിച്ചു ഓടി. ഒരു വശത്ത് എന്റെ ഭാര്യ എന്നെ മനസ്സിലാക്കില്ല, മറുവശത്ത് സ്വന്തം അമ്മയുടെ അനിയന്റെ കുത്തുവാക്കി ഞാൻ കേൾക്കണം. ഇതിനിടയിൽ 1 രൂപ കയ്യിലെടുക്കാതെ ഞാൻ കിടന്ന് നെട്ടോട്ട് പറഞ്ഞിരിക്കും. ഇനി എനിക്ക് വയ്യ. ഇനി കൊച്ചു മറ്റേ ട്രീറ്റ്മെന്റ് വേണ്ട. എനിക്ക് പറ്റില്ല സാർ. ഫാമിലിയിൽ മൊത്തം പ്രശ്നമാണ്. സാറിനറിയാലോ, ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല. ഇന്നലെ 3 വർഷത്തിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ കുടിച്ചു. എന്നിട്ട് എൻ്റെ ഉള്ളിലൊക്കെ ഞാൻ അവളെ അടുത്ത് വിളിച്ച് പറഞ്ഞു. നീ ഇങ്ങനെ തളർന്നാ പിന്നെ നിന്റെ വൈഫ് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യും? എടാ, നീ ഒരു കാര്യം ചെയ്യും. എനിക്ക് പരിചയമുള്ളൊരു സ്ഥലമുണ്ട്. നീ അവരോടൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുക. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ജേണിയിൽ സ്വയം ജീവിക്കാൻ പറഞ്ഞ ഒരുപാട് കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീദർശി, ശരിക്കും നിങ്ങളുടെ ബോണ്ടിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു റിസൾട്ട് അല്ലേ നിങ്ങളുടെ കുഞ്ഞ്? കുറച്ച് IVF സൈക്കിൾസ് ഫെയിലായി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫൊന്നും അവിടെ തീരുന്നില്ലല്ലോ. ആദ്യം ആസ് എ കപ്പിൾ നിങ്ങളുടെ ആ പഴയ സന്തോഷം കണ്ടിട്ട് ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വൈഫ് ഫിസിക്കലി ആൻഡ് ഇമോഷണലി വളരെ വീക്കാവും. ആ സമയത്ത് നിങ്ങൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്താവുമെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. എല്ലാത്തിനും സോറി. എന്താ ശ്രീ കാണിക്കണ? നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്നത് ഒന്ന് സമാധാനത്തോടെ സംസാരിച്ചിട്ട് 1 വർഷത്തിനും ഉള്ളാവൂലേ? ഒരു കുഞ്ഞിന് വേണ്ടി കിടന്ന് ഓടി ഓടി നമ്മളെ ലൈഫ് തന്നെ മറന്നടി. ശരിക്കും ഈ കാശിൻ്റെ ബുദ്ധിമുട്ടും ഈ പ്രഷറൊന്നും നിന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറി കിടന്നത്. പക്ഷെ അത് നിന്നെ ഇത്രത്തോളം ഒറ്റപ്പെടുത്തുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലടി.